ചരിത്രം ചിലരെ വിപ്ലവകാരികളായി രേഖപ്പെടുത്തുന്നു, ചിലരെ ഭരണാധികാരികളായി, മറ്റു ചിലരെ ലോകം ഭയക്കുന്ന സ്വേച്ഛാധിപതികളായി. എന്നാൽ അയാത്തൊള്ള അലി ഖമേനി എന്ന പേര് ഈ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറമാണ്. 37 വർഷക്കാലം ഇറാന്റെ പരമോന്നത പദവിയിലിരുന്ന ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ആ 86-കാരൻ ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു. 2026 ഫെബ്രുവരി 28 ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ നടന്ന ആ വ്യോമാക്രമണം ഒരു വ്യക്തിയുടെ അന്ത്യം മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഒരു വലിയ രാഷ്ട്രീയ യുഗത്തിന്റെ തന്നെ അവസാനമാണ്. ആരായിരുന്നു അലി ഖമേനി? ലോകം അയാളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതാ ഇറാന്റെ ആ കരുത്തനായ നേതാവിന്റെ സമ്പൂർണ്ണ ചരിത്രം. 1939 ഏപ്രിൽ 19 ഇറാനിലെ മഷഹദിലാണ് അലി ഹൊസൈനി ഖമേനി ജനിച്ചത്. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 4-ാം വയസ്സു മുതൽ ഖുറാൻ പഠിച്ചു തുടങ്ങിയ ഖമേനി പിന്നീട് ഇസ്ലാമിക നിയമങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം നേടി. എന്നാൽ അദ്ദേഹം വെറുമൊരു മതപണ്ഡിതൻ മാത്രമായിരുന്നില്ല. കലയോടും സാഹിത്യത്തോടും വലിയ കമ്പമുണ്ടായിരുന്ന ഖമേനി ലോകപ്രശസ്ത നോവലുകൾ വായിക്കുന്നതിൽ താൽപ്പര്യം കാണിച്ചിരുന്നു. 1962 അയാത്തൊള്ള ഖൊമേനിയെ കണ്ടുമുട്ടിയതോടെ ഖമേനിയുടെ ജീവിതം രാഷ്ട്രീയ വിപ്ലവത്തിലേക്ക് തിരിഞ്ഞു. ഷായുടെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചതിന് നിരവധി തവണ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു, ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവം ഇറാനെ മാറ്റിമറിച്ചപ്പോൾ ഖൊമേനിയുടെ വലങ്കൈയായി ഖമേനി മാറി. വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പ്രതിരോധ മന്ത്രിയായും എംപിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1981 മുതൽ 1989 വരെ ഇറാന്റെ 3ാമത്തെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഇറാഖുമായുള്ള ദീർഘകാല യുദ്ധത്തിൽ രാജ്യത്തെ നയിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 1989 ഖൊമേനിയുടെ മരണശേഷമാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി സുപ്രീം ലീഡർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാന്റെ സൈന്യം, സാമ്പത്തികം, വിദേശനയം എന്നിവയിലെല്ലാം അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെതായി മാറി. ഷിയ ലോകത്തിന്റെ നായകൻ. മുസ്ലിം ലോകത്തെ പ്രധാന വിഭാഗങ്ങളായ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വിടവിൽ ഷിയ വിശ്വാസത്തിന്റെ ആഗോള നേതാവായി ഖമേനി ഉയർന്നു. ലെബനനിലെ ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലിഷ്യകൾ എന്നിവ ഉൾപ്പെടുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സഖ്യത്തിന്റെ പ്രധാന തലച്ചോറായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ പല ഷിയ വിഭാഗങ്ങളും അദ്ദേഹത്തെ തങ്ങളുടെ ആത്മീയ പിതാവായാണ് കണ്ടിരുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ സാന്നിധ്യത്തിന് തടയിടാൻ തന്റെ ആത്മീയവും സൈനികവുമായ അധികാരം അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു. ഇന്ത്യയുമായി ഖമേനിക്ക് വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവികർ ലക്നൌവിൽ നിന്നും കുടിയേറിപ്പാർത്തവരാണെന്ന് പറയപ്പെടുന്നു. 1980കളിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മതസൗഹാർദ്ദത്തിനു വേണ്ടി സംസാരിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഇറാൻ ഒരു ഊർജ്ജ സൂപ്പർ പവർ ആയി മാറി. പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ റെസിസ്റ്റൻസ് ഇക്കണോമി എന്ന രീതി അദ്ദേഹം നടപ്പിലാക്കി. ഇറാന്റെ മിസൈൽ സാങ്കേതികവിദ്യയും ഡ്രോൺ ശക്തിയും ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കും വിധം അദ്ദേഹം വർദ്ധിപ്പിച്ചു. റഷ്യയെപ്പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് ഇറാന്റെ ആയുധ സഹായം തേടുന്നത് ഖമേനിയുടെ തന്ത്രപരമായ വിജയമാണ്. എന്നാൽ ഭരണത്തിന് ഒരു മറുപുറം കൂടിയുണ്ടായിരുന്നു. ലോകം അദ്ദേഹത്തെ ഒരു സ്വേച്ഛാധിപതിയായും കണക്കാക്കി. 2009 ഗ്രീൻ റവല്യൂഷൻ, 2022 മഹ്സ അമീനി പ്രതിഷേധം എന്നിവയെ സൈന്യത്തെ ഉപയോഗിച്ച് ക്രൂരമായാണ് അദ്ദേഹം നേരിട്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടു. രാഷ്ട്രീയ തടവുകാരെ കൊല്ലൽ, പീഡനം, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ കുറ്റാരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നു. 1988 രാഷ്ട്രീയ തടവുകാരുടെ കൂട്ടക്കൊലയ്ക്ക് അദ്ദേഹം ഉത്തരവാദിയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇന്നും വിശ്വസിക്കുന്നു. ഇസ്ലാമിക നിയമങ്ങളുടെ പേരിൽ നടപ്പിലാക്കിയ ക്രൂരമായ ശിക്ഷാരീതികൾ ഇറാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിച്ചു. ഇസ്രായേലിന്റെ പകയും ട്രംപുമായുള്ള പോരാട്ടവും. അമേരിക്കയെ മഹാപിശാച് എന്നും ഇസ്രായേലിനെ അർബുദം എന്നുമാണ് ഖമേനി വിളിച്ചിരുന്നത്. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹം സൈനിക സഖ്യത്തെ വളർത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം പകയുടെ തീകൂട്ടി. ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഖമേനിയുടെ പ്രിയപ്പെട്ട ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചതും പകയുടെ പുതിയ അധ്യായങ്ങൾ തുറന്നു. ട്രംപിന് മുന്നിൽ മുട്ടുമടക്കാത്ത ഏക നേതാവായി ഖമേനി നിലകൊണ്ടു. ഒടുവിൽ 2026 ഫെബ്രുവരി 28 നടന്ന സംയുക്ത സൈനിക നീക്കത്തിൽ 86-കാരനായ അലി ഖമേനി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം ലോകത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. ഇസ്രായേലിലെ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നപ്പോൾ ഇറാനിലും മറ്റ് ഷിയ രാഷ്ട്രങ്ങളിലും കടുത്ത ദുഃഖാചരണമായിരുന്നു. തിരിച്ചടിയായി ഇറാന്റെ സഖ്യകക്ഷികൾ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി. പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ മുനയിലായി. ഖമേനിയുടെ വധത്തിനു പിന്നാലെ ടെഹ്റാനിലെ ജനവാസ മേഖല ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ തുടർ വ്യോമാക്രമണങ്ങൾ യുദ്ധത്തിന്റെ ഭീകരത മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. ടെഹ്റാനിലെ ഒരു പെൺകുട്ടികളുടെ സ്കൂളിന് സമീപം വീണ മിസൈലുകൾ 50ലധികം പിഞ്ചുകുട്ടികളുടെ ജീവനാണ് കവർന്നത്. വെളുത്ത വസ്ത്രമണിഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ ചേതനയേറ്റ ശരീരങ്ങൾ ലോകമനസാക്ഷിയെ പിടിച്ചുലച്ചു.
ഇത് വെറുമൊരു നാശനഷ്ടമായിരുന്നില്ല, മറിച്ച് ഇറാൻ സൈന്യത്തെയും അവിടുത്തെ സാധാരണ ജനങ്ങളെയും ഒരുപോലെ പ്രകോപിപ്പിച്ച മഹാദുരന്തമായിരുന്നു. ഞങ്ങളുടെ മക്കളുടെ രക്തത്തിനു പകരം ചോദിക്കാതെ ഞങ്ങൾ അടങ്ങില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ഈ കുഞ്ഞുങ്ങളുടെ മരണം ഇറാന്റെ തിരിച്ചടിയുടെ വേഗതയും തീവ്രതയും വർദ്ധിപ്പിച്ചു. യുഎഇയിലേക്കും ഖത്തറിലേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അത് കേവലം രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് ആ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണം നൽകിയ കത്തുന്ന പക കൂടിയായിരുന്നു. 2026 ഫെബ്രുവരി 28 നടന്ന വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കം ആരംഭിച്ചു. ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ് 4 എന്ന് അവർ പേരിട്ട ഈ തിരിച്ചടിയിൽ ഇസ്രായേലിന് പുറമെ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളായി മാറി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുഎഇയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. ദുബായിലെ ജബൽ അലി പോർട്ടിന് സമീപം മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടം വീണ് ഒരു വിദേശി കൊല്ലപ്പെട്ടത് രാജ്യത്തെ ഞെട്ടിച്ചു. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങൾ മണിക്കൂറുകളോളം അടച്ചിടേണ്ടി വന്നു. എമിറേറ്റ്സ്, എത്തിഹാദ് തുടങ്ങിയ വിമാനക്കമ്പനികൾ സർവീസുകൾ റദ്ദാക്കി. യുഎഇയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം ആക്രമണങ്ങളെയും തടഞ്ഞെങ്കിലും നഗരങ്ങളിൽ മുഴങ്ങിയ സൈറണുകൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമതാവളങ്ങളിലൊന്നായ അൽ ഉദൈദ്, അൽ ഉദൈദ് ലക്ഷ്യമാക്കി ഇറാൻ 60-ലധികം മിസൈലുകൾ അയച്ചു. ഖത്തർ സൈന്യം മിക്കവയും തകർത്തെങ്കിലും താവളത്തിന് സമീപം വലിയ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദോഹ നഗരത്തിന് മുകളിലൂടെ മിസൈലുകൾ പറന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. അയൽരാജ്യങ്ങളെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കരുതെന്ന ഖത്തറിന്റെ കർശന നിലപാടുകൾക്കിടയിലും അവർ യുദ്ധത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. കുവൈറ്റ്, അലി അൽ സലേം എയർബേസ് ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ കുവൈറ്റ് സൈന്യം വിജയകരമായി തടഞ്ഞു. എന്നാൽ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ടെർമിനലിന് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈൻ, അമേരിക്കയുടെ 5ാം കപ്പൽ പടയുടെ US-5TH ഫ്ലീറ്റ് ആസ്ഥാനമായ ബഹ്റൈനും ഇറാന്റെ കടുത്ത ആക്രമണത്തിന് ഇരയായി. ഷാഹിദ് ഡ്രോണുകൾ മനാമയിലെ ജനവാസ മേഖലയിലുള്ള ഒരു വലിയ ടവർ ബ്ലോക്കിൽ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായി. ബഹ്റൈൻ സൈന്യം 45 മിസൈലുകൾ വെടിവെച്ചിട്ടെങ്കിലും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കും മറ്റ് ഗതാഗത സംവിധാനങ്ങൾക്കും വലിയ ആഘാതമുണ്ടായി. മിസൈലുകൾ ആകാശത്ത് കത്തിയമരുമ്പോൾ ലോകം മറ്റൊരു ലോകമഹായുധത്തിന്റെ വക്കിലായി. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക സുരക്ഷാ ഭദ്രതയെയും ബാധിക്കുന്ന മഹാവിപത്തായി മാറിയിരിക്കുകയാണ്. ഖമേനിക്ക് ശേഷം ഇറാൻ എങ്ങോട്ട് പോകും? ഒരു പുതിയ നേതാവിനെ കണ്ടെത്തുന്നത് ഇറാന് വെല്ലുവിളിയാണ്. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അധികാര തർക്കം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. കടുത്ത നിയന്ത്രണങ്ങളിൽ അതൃപ്തരായ ഇറാൻ യുവാക്കൾ മാറ്റത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. ഇറാന്റെ ലോകശക്തിയായി തുടരാനുള്ള കരുത്ത് വരും ദിവസങ്ങളിൽ പരീക്ഷിക്കപ്പെടും. അലി ഖമേനി വിപ്ലവകാരി, കവി, ഭരണാധികാരി, സ്വേച്ഛാധിപതി എന്നിങ്ങനെ പല വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ലോകരാഷ്ട്രീയത്തിൽ എന്തു മാറ്റം കൊണ്ടുവരുമെന്ന് കാത്തിരുന്നു കാണാം. ചരിത്രം അദ്ദേഹത്തെ എങ്ങനെ വിധിക്കുമെന്ന് കാലം തെളിയിക്കും. ഈ ഡോക്യുമെന്ററി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.